അപ്പോൾ ഇന്ന് ഞാൻ എന്താ വന്നതെന്ന് വെച്ചാൽ നമ്മൾ അച്ഛൻ്റെ ഫ്രണ്ട്സായിട്ട് ട്രിപ്പ് പോകാനായിട്ട് വന്ന് കുറേ കാലമായി ഞങ്ങൾ പോയിട്ട് തോന്നുന്നു. കാരണം ഞങ്ങളിങ്ങനെ ഫ്രണ്ട്സുകളായിട്ട് പോയിട്ട് കുറച്ചായി അച്ഛൻ്റെ ഫ്രണ്ട്സുകളായിട്ട്. അപ്പോൾ എന്തായാലും എനിക്ക് ആദ്യം ട്യൂഷന് പോകണം, എന്നിട്ട് വേണം ട്രിപ്പ് പോകാനായിട്ട്. അപ്പോൾ എന്തായാലും ട്യൂഷന് പോയിട്ട് വരാം കേട്ടോ. ഹലോ, അപ്പോൾ ഞാൻ ട്യൂഷൻ കഴിഞ്ഞ് വന്നു കേട്ടോ. ഇനി നമ്മൾ 10 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും. ഇന്നലെ ലേറ്റ് ആയിട്ടായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. അമ്മേൻ്റെ അച്ഛൻ്റെ ഒക്കെ ഡ്രസ്സ് പാക്ക് ചെയ്യാണ്ടിരുന്നു അമ്മയ്ക്ക്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനിരുന്നു. അങ്ങനെ അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ഇങ്ങിട്ട് പോവാം. ഹലോ, അപ്പോൾ അങ്ങനെ ഞാൻ മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകാനായിട്ടുള്ള ടൈം ആവുന്നു. ഇനി മുടി കെട്ടണം. ഞാൻ പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സ് ഇട്ടിട്ടായിരുന്നു ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നത്. നേരം ഉണ്ടാവില്ല വെച്ചിട്ട് ഇനി മുടി കെട്ടണം, എന്നിട്ട് ഇറങ്ങണം. അപ്പോൾ അതാ ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ് കേട്ടോ. ഞങ്ങൾ ഓട്ടോയിലും പിന്നെ കാറിലും ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അവർ അവിടെ നിന്ന് ഒരു കാർ വിളിച്ചിട്ടാണ് വരുന്നത്. ഞങ്ങൾ ഓട്ടോയിൽ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു വീട്ടിൽ നിന്ന് ഒത്തുകൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും പോവാം. വീഡിയോ ആണ് പക്ഷെ ഞങ്ങളെ ആ ഒരു കൈ വെച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് സമ്മതം ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഇതാരാണ്? ഇത് അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ്. അപ്പം ഞങ്ങളിപ്പോൾ കരിമ്പ് ജ്യൂസ് കുടിക്കാനായിട്ട് നിൽക്കുകയാണ്. എല്ലാവരും ഉണ്ട് കേട്ടോ. അവിടെ കാറ് നടക്കിയ ഒരു സെർവൻ്റ് ഉണ്ട്. അങ്ങനെ അവരൊക്കെ വന്നു കേട്ടോ. എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നു. ഞങ്ങൾ ഒരു വീട്ടിൽ നിന്ന് ഒത്തുകൂടിയിട്ട് ഇറങ്ങി. ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇപ്പോൾ കുറച്ച് യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ കരിമ്പ് ജ്യൂസ് കുടിക്കാനായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു വണ്ടി. അപ്പോൾ പിന്നെ വണ്ടി നിർത്തിയപ്പോൾ പിന്നെ എല്ലാവരും ഭയങ്കര സംസാരം ഇതൊക്കെ ആയി. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്ന ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പം അമ്മേൻ്റെയും അച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ ഒന്നിച്ചുള്ള ഒരു ട്രിപ്പാണ് ഇത്. അപ്പോൾ അതിൽ കുട്ടികൾ ഞങ്ങളും അങ്ങനെ കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം നമ്മൾ ഓട്ടോയിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം അതിൽ 4 പേരുണ്ട് ഞങ്ങൾ ഓട്ടോയിൽ. അങ്ങനെ ഞങ്ങൾ യാത്ര വീണ്ടും തുടങ്ങി, ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട്. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ടൊരു സ്ഥലം കിട്ടിയപ്പോഴത്തേക്കും നമ്മളവിടെ പായ വിരിച്ചിട്ട് ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ പോവുക. സത്യം ഞാൻ കാട്ടിത്തരാം കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡ് എന്ന് പറയുകയാണെങ്കിൽ എല്ലാവരും വീട്ടിൽ നിന്ന് വെച്ച് കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ വെറൈറ്റി ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും യാത്ര ഒക്കെ തുടങ്ങി. അങ്ങനെ കുറേ മലകളും ഒക്കെ എത്തി. പിന്നെ മല കൂടി വരുമ്പോഴൊക്കെ ആയിട്ട് കയറി വരുമ്പോഴത്തേക്കും തണുപ്പ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ തണുപ്പൊക്കെ അനുഭവപ്പെട്ട് ഞങ്ങളുടെ സ്ഥലത്ത് എത്തി കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്ഥലം, മിസ്റ്റി ഹിൽ. ഇതിൻ്റെ പേര് മിസ്റ്റി ഹിൽ എന്നാണ്. അപ്പോൾ ഈ ഒരു റിസോർട്ട് പറഞ്ഞാൽ അടിപൊളി കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഒരു ബാൽക്കണി അല്ല, വേറെ എന്തോ സംഭവം. അപ്പം ഈ ഒരു സ്ഥലം അടിപൊളി. എനിക്കും ലൈബയ്ക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു. ഇത് അവിടെ നോക്കുമ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു. 2 ആൾക്കാരാണ് വന്ന പാടെ തന്നെ വെള്ളത്തിൽ ചാടി. അവർക്ക് നിൽക്കാൻ ഇത് പറയില്ല, എന്താ പറയുക, ഒരു ആകാംക്ഷ കൂടി പോയി. അപ്പം ബോളെടുത്ത് എറിയലും അതൊക്കെ ആയി. അപ്പം ഞങ്ങൾക്ക് 2 കണ്ടപ്പോൾ വേഗം കയറാം എന്നുള്ളതിൽ ഞങ്ങൾ വേഗം തന്നെ വല എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങളും പോയി ചാടലായിരുന്നു. അടിപൊളി സ്ഥലം. മിസ്റ്റി ഹിൽ, അതാണ് ഇതിന്റെ പേര്, മിസ്റ്റി ഹിൽ. അടിപൊളി. ഓഹോ ഗായ്സ്, നമ്മൾ അടിച്ചു പൊളിച്ച്. ഞാൻ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ഇറങ്ങി. അച്ഛനെ ചീത്ത ഇട്ടപ്പോൾ ഞാൻ വീണ്ടും പോയി ഡ്രസ്സ് മാറ്റി. ഇനി വീണ്ടും ഞാൻ ഇറങ്ങും. ഇനി ചീത്ത അറിയോ? ഇന്നൊക്കെ അടിച്ച് പൊളിക്കാനുള്ള ദിവസമാണ്. കുറേ ചന്ദ്രന്മാരുണ്ട് ഇവിടെ. എൻ്റെ ഫ്രണ്ട്സാണ്. ഇതാ 1 അതാ 2 അതാ 3 അതാ കുറേ ഉണ്ട്. വീട് ചുറ്റും ചന്ദ്രന്മാരാ. അടിപൊളിയാണ്. നമ്മളെ പൂള് കാട്ടി തരട്ടെ ഞാൻ. അപ്പം രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കുണ്ടല്ലോ ഒച്ചയൊക്കെ അടങ്ങിയിട്ടുണ്ടായിരുന്നു, ആർത്തു കൂക്കിയിട്ടൊക്കെ. ഇതാണ് പൂള്. അപ്പോൾ എന്തായാലും അച്ഛന് ചീത്തയിട്ടിട്ട് വീണ്ടും കയറി പറഞ്ഞല്ലോ. എന്തായാലും ഇനിയും ഇറങ്ങും, അല്ലാണ്ട് ഞങ്ങളാരും ഉറങ്ങില്ല. അപ്പോൾ എന്തായാലും ഇനി രാത്രി ഫുൾ ലൈറ്റ് ഓഫാക്കി, ഒരു ലൈറ്റ് 2-3 ലൈറ്റ് ഇട്ടിട്ട് ഈ ചന്ദ്രന്മാരെ മാത്രം കത്തിച്ചിട്ട് ഒന്ന് സിമ്പിളിൽ ഇറങ്ങി ഡേഞ്ചർ നടത്താണ്ട് പാട്ടൊക്കെ വെച്ച് സെറ്റാക്കണം. അങ്ങനെ ഇങ്ങനത്തെ പ്ലാനിങ് ആയിട്ടാണ് ഞങ്ങൾ അവിടെ നിൽക്കുന്നത്. പിന്നെ എന്താ പറയുക, ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനായി നേരം അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ കുറേ ഗെയിംസൊക്കെ ഉണ്ട്, കുറച്ചൊക്കെ ഗെയിംസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലൊന്നും ഞാൻ ഒലിയാൻ പോകുന്നില്ല, കാരണം അതിൻ്റെ പാൻറ്റ് വൈറ്റാണ്. അപ്പം അത് ഒലിഞ്ഞ് ശരിയാവില്ല. അപ്പം
എന്താ പറയുക, ഇനി ഫുഡ് കഴിക്കാനായിട്ട് നേരമായതുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ വേഗം ഞങ്ങൾ സ്വിമ്മിംഗ് പൂൾ, ഞാൻ പറഞ്ഞിരുന്നല്ലോ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണമെന്ന്. അപ്പോൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങി കളിച്ചതിന് ശേഷമാണ് വന്നത് കേട്ടോ. അപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചു, എല്ലാം കഴിഞ്ഞു. അമ്മ ഗ്ലാസ് കഴുകാണ്ട്, ബാക്കിയുള്ളവർ കഴിക്കാനുണ്ട്, അച്ഛനും എല്ലാവരും പണിയിലാട്ടോ. അപ്പോൾ എന്തായാലും കിടക്കാനായിട്ട് പോവാണ്. നാളെ എന്തായാലും റിസോർട്ട് ഫുള്ളായിട്ട് കാട്ടിത്തരാം. നാളത്തെ വീഡിയോയിൽ ഇതിനോട് തന്നെ കണ്ടിന്യൂ ആയിട്ടായിരിക്കും. അപ്പം എന്തായാലും കിടക്കട്ടെ. ഇത് മോൾ ഭാഗമാണ്. ഞാൻ എന്തായാലും ഫുള്ളും കാട്ടിത്തരാം. ഞങ്ങൾ താഴെ കേട്ടോ കിടക്കുന്നത്. ഇത് ഇവർക്ക് കിടക്കാനായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ എന്തായാലും അപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാനുണ്ടായിരുന്നത് ബിരിയാണി ആയിരുന്നു. ഇതായിരുന്നു നമുക്ക് കഴിക്കാനുണ്ടായിരുന്നത്. അവിടെയാണ് സ്വിമ്മിംഗ് പൂള്, പിന്നെ അവിടെ ഷട്ടിൽ കളിക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. ആ ഗാർഡൻ പോലത്തെ സ്ഥലത്താണ് നമുക്ക് ചെറിയ ചെറിയ കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ. അവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റെപ്പ് കയറിയാൽ മറ്റേ ബാൽക്കണി പോലത്തെ സ്ഥലത്ത്. ഹലോ, അപ്പോൾ ഞങ്ങളിന്ന് രാവിലെ ഇതിപ്പോൾ എത്ര സമയം? ഇപ്പോൾ രാവിലെ എണീച്ചു 6:38. രാവിലെ എണീച്ചത് സ്വിമ്മിംഗ് പൂളിൽ ചാടണ്ടേ എന്ന് ചോദിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും സ്വിമ്മിംഗ് പൂളിൽ ചാടുന്നതിന് മുന്നേ പലരും എക്സസൈസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, വേഗം തന്നെ എണീച്ചു. ഞങ്ങൾ അതിന് മുന്നേ എനിക്കാണ് കോട കാണാനാണ് വിചാരിച്ചിരുന്നത്, പക്ഷെ ഉറങ്ങിപ്പോയി. എന്ത് ചെയ്യാനാ, തണുപ്പുണ്ട്. അപ്പോൾ ഇതാ ഈ ഊഞ്ഞാലയൊക്കെ ത്തിലും കയറണം വിചാരിച്ചതാണ്, പക്ഷേ രാത്രി ഒന്നിനും സമയം കിട്ടില്ല അങ്ങനെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്ന് രാവിലെ കയറുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നേരെ കണ്ടില്ലേ, ബാൽക്കണിയിലേക്കാണ് പോയത്. ബാൽക്കണി അതെ ഞാൻ ഇട്ടതാണ്, അത് ബാൽക്കണി തന്നെയാണോ എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. ഇപ്പോൾ ചന്ദ്രന്മാരൊക്കെ എന്താ ഉറങ്ങുക തോന്നുന്നു, ലൈറ്റൊന്നും കത്തുന്നില്ല. അപ്പം ചന്ദ്രന്മാരോ എല്ലാവരും അവിടെ ഉണ്ട്. പിന്നെ അടിപൊളി സ്ഥലം കേട്ടോ. വെള്ളച്ചാട്ടം പോലത്തെ സംഭവങ്ങൾ, വെള്ളച്ചാട്ടം പോലത്തെ അല്ല, വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മല ഭയങ്കര ഭംഗിയായിരുന്നു. അത് ആ റോഡ് പോലത്തേലൊക്കെ ഞങ്ങൾ ഇന്നലെ പോയിട്ടുണ്ട്. ഒരിച്ചത് ഫോട്ടോ എടുക്കുന്നു. പിന്നെ ഊഞ്ഞാലാട്ടലായി. ഊഞ്ഞാലാടി കഴിഞ്ഞാൽ ഞങ്ങൾ ആ പ്ലാൻ ചെയ്തു വേഗം തന്നെ നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ ചാടണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ കാട്ടുന്നതിൻ്റെ ഇടയിൽ അവൾ പറഞ്ഞു വേഗമാ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് തിരക്കിട്ടിട്ട് ഞാൻ അവിടേക്ക് ഞാൻ വരാം, 1 മിനിറ്റ് തന്നെ വെയിറ്റ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനി സ്വിമ്മിംഗ് പൂളിൽ പോയി ചാടിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരാം. പിന്നെ സ്വിമ്മിംഗ് പൂളിൽ നടന്നത് എന്താണെന്ന് വെച്ചാൽ നീന്തലറിയാത്ത 2 പേര്, ഞങ്ങൾ 2 പേര് പഠിപ്പിക്കാനായിട്ടൊരു മാഷും. പിന്നെ മുങ്ങൽ മത്സരമായി, നീന്തൽ മത്സരമായി, കയ്യും കാലും ഇട്ട് ഇളക്കലായി. നീന്താൻ അറിയാത്ത ഞങ്ങൾ കയ്യും കാലും ഇട്ട് ഇളക്കാൻ തുടങ്ങി. അതായത് അവനാണെങ്കിൽ റോക്കറ്റ് വിട്ടായി അങ്ങോട്ട് പോവുകയും ചെയ്യും. അതെന്നെ പരിപാടി. വെള്ളത്തിൽ നിന്നൊക്കെ ഞങ്ങളെ പൊക്കി പിടിച്ച് കൊണ്ടുവന്നതാ മാറ്റി. അങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാനായി. കഴിക്കാനുണ്ടായിരുന്നത് എന്താ, ചിരട്ടപ്പുട്ട്, പിന്നെ ചെറുപയർ കറിയും കടലക്കറിയും ആയിരുന്നു കേട്ടോ കഴിക്കാനുണ്ടായിരുന്നത്. ഗൈസ് ഹലോ, നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഫോണിൽ ചാർജില്ല, അപ്പോൾ വേഗം തന്നെ നമ്മൾ വീഡിയോ നിർത്താൻ പോകണം. ഈ വീട്ടിൽ പോയിട്ട് ഞാൻ യാത്ര ഇൻട്രോ എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകണേ. ഫുഡ് കഴിച്ചു, ഇപ്പോൾ ഇറങ്ങാൻ പോകണത് സ്വിമ്മിംഗ് പൂള് എല്ലാം ഇവിടെ ഉണ്ട്. അപ്പം ടാറ്റാ. അങ്ങനെ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് വീട്ടിലേക്ക് വന്നു. നമ്മൾ ഉച്ചയാകുമ്പോഴാണ് എത്തിയത്. എന്താ പറയുക, നമ്മൾ കയറിയ ടൈമിൽ ഇപ്പോൾ വേറൊരു ടീം കയറുന്നുണ്ടാവുമല്ലോ, ഒരു സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ സ്വിമ്മിംഗ് പൂൾ, ആ ബാൽക്കണി പോലത്തെ സ്ഥലം ഒക്കെ മിസ് ചെയ്യും. അപ്പോൾ ഞാനൊരു സിനിമ കണ്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു, അതിൽ മയങ്ങിപ്പോയി. അപ്പോൾ ആ സിനിമേൻ്റെ പരസ്യം വന്നപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്, പക്ഷേ പരസ്യം കഴിഞ്ഞു. അതാണ് ഞാൻ വേഗം നോക്കിയത്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.